മത്തങ്ങ ഇഷ്ടമല്ലാത്തവരും ഈ കറി ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ രുചികരമായ ഒരു മത്തങ്ങ കറി നമുക്ക് തയ്യാറാക്കാം. ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഒരു അടിപൊളി കേരള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീട്ടിൽ മത്തങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലൊരു പീസ് മത്തങ്ങ എടുത്ത് നമുക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു 200 ഗ്രാം ചെറിയ മത്തങ്ങയാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ മത്തങ്ങയുടെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ സാധനമായതുകൊണ്ട് നമുക്ക് കൂടുതൽ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഇതേപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ചെറിയ 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 ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ, നല്ല മഞ്ഞ കളറിൽ ഇത് എടുത്തിട്ട് നല്ല മധുരമുള്ള മത്തങ്ങയാണ് കേട്ടോ. ഞാനൊന്ന് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കടക്കാം. അപ്പോൾ ഇനി നമുക്ക് പരിപ്പ് വേണം. പരിപ്പ് ഒരു 5 ടീസ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയെടുക്കണം നമുക്ക്. അപ്പോൾ 5 ടീസ്പൂൺ പരിപ്പും നമ്മുടെ മുറിച്ച് വെച്ചിട്ടുള്ള മത്തങ്ങയും കൂടെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ തേങ്ങ അരപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള ആഡംബരങ്ങളും ഇതിന് ആവശ്യമില്ലാത്ത സിമ്പിൾ കറിയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ചേരുവകളായി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത് കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്ര എരിവ് വേണ്ട. അപ്പൂക്കുട്ടിന് എരിവ് അങ്ങനെ ഇഷ്ടമില്ല, സ്പൈസി ഫുഡ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു കളറ് വേണം കേട്ടോ. അപ്പോൾ ഒരു കളറിനായിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് നെടുകെ കീറിയ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാമേ. അപ്പോൾ ഒരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു മഞ്ഞ കളറ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഉപയോഗിക്കാം. അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതി. ഈ പച്ചമുളക് കുറച്ച് എരിവുള്ളത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും വെച്ചിട്ട് ഒരു 2 വിസിൽ വരണ വരെ നമുക്ക് വേവിച്ചെടുക്കാമേ. ഇപ്പോൾ നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പരിപ്പ് വേവണ സമയം അനുസരിച്ച് നിങ്ങൾ വെച്ചോളൂ കേട്ടോ. എനിക്കിവിടെ 2 വിസിലിൽ തന്നെ പരിപ്പ് വെന്ത് കിട്ടാറുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് വെക്കാറ്. അപ്പോൾ നമ്മുടെ പരിപ്പും മത്തങ്ങയും കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു 90% ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ കടുവറ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഉപയോഗിക്കേണ്ട വറ്റൽമുളക്, വെളുത്തുള്ളി, നമ്മുടെ കടുക്, കറിവേപ്പില. അപ്പോൾ നമ്മൾ കടുക് ആദ്യം ഇട്ട് കൊടുക്കുകയാണേ. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്തൊരു പുകയല്ലേ! ഈ പാത്രത്തിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നുണ്ട്. വേറെ ഏത് പാത്രത്തിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഈ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ കടുക് ഇടുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര പുകയായിരിക്കും, പുക. അങ്ങനെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു, നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വഴണ്ട് വന്ന ശേഷം ആ ഒരു മണം, അടിപൊളി മണമാണ് കേട്ടോ. വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന മൂത്ത് വരുന്നതിൻ്റെ മണം അടിപൊളിയാണ്. അപ്പോൾ നമ്മളിത് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതായത് നമ്മുടെ മത്തങ്ങ പരിപ്പ് കറി വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൂടി വേണ്ട, വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒരു തേങ്ങ അരക്കുകയോ തേങ്ങ ചേർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ കറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക്, ഒരു സെർവിങ് ഡിഷിലേക്ക്, ഒരു ഭംഗിയുള്ള പാത്രത്തിലേക്ക് ഇങ്ങനെ പകർത്തി വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു മത്തങ്ങയും കുറച്ച് പരിപ്പുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു കറി വെക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ കറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എപ്പോഴും മത്തങ്ങ കിട്ടിയ ഓലൻ, എരിശ്ശേരി അതൊക്കെയല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പരിപ്പ് കറി എന്ത് സിമ്പിളായിട്ടാണ് വെച്ചതല്ലേ. അപ്പോൾ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ രുചികരമായ ഒരു ലളിതമായ ഒരു കേരള റെസിപ്പി നമ്മളിപ്പോൾ ട്രൈ ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഇതുപോലത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളുടെ അപ്പൂസ് ക്രേസി വേൾഡ് എന്ന ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കണേ. അതുപോലെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.